ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ട്രേഡ്സ്മാൻ സ്മിത്തി എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുവാനാണ് വന്നിരിക്കുന്നത്. ഫോർജിംഗ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 3/10/2025 ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളുടെ പ്രൊഫൈലുകളിൽ അപ്പിയർ ചെയ്യും. നിർദ്ദിഷ്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 777/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ്സ്മാൻ സ്മിത്തി ഫോർജിംഗ് ആൻഡ് ഹീറ്റ് ട്രീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ നിയമിതരാകുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 26,500 മുതൽ 60,700 വരെ പേ സ്കെയിൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഇതിന്റെ വേക്കൻസികളുടെ എണ്ണം 23 എണ്ണമാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഉള്ളത്. ഇനി അത് ഉയരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയായി വരുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ടെക്നിക്കൽ ഹയർ സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് കൺസേൺഡ് വിഷയത്തിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഈ വിഷയത്തിൽ നിങ്ങൾ SSLC ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് പാസ്സായവർക്കാണെങ്കിൽ മറ്റൊരു യോഗ്യതയും വേണ്ട, ആ ഒരു യോഗ്യത വെച്ച് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഈ യോഗ്യത ഇല്ലാത്ത മറ്റു പലർക്കും അപേക്ഷിക്കാൻ പറ്റും. ആ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് പറയുന്നു. അതായത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് പാസ്സായ ശേഷം നിങ്ങൾ നേടിയിട്ടുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അല്ലെങ്കിൽ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHSC നിങ്ങൾ ഈ ഒരു അപ്രോപ്രിയേറ്റ് ട്രേഡിൽ നിന്ന് നേടിയിരിക്കണം. ഈ യോഗ്യതയുള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗും നിങ്ങൾക്ക് SSLC പാസ്സായ ശേഷം ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി രണ്ട് സെക്ഷനിലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും SSLC പാസ്സായെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ എന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ നിലവിലെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഏതാണ്ട് 20ലധികം വേക്കൻസി ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലവിൽ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഇതിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഇതിന്റെ വേക്കൻസികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും ഉയരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നിയമനങ്ങൾ ലഭിക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുക. മാത്രമല്ല ഇതിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം കൃത്യമായി നടത്തി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസം ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് സമയബന്ധമായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി പറയുവാനുള്ളത് ട്രേഡ്സ്മാനുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടെ 2 റിസൾട്ട് വരികയുണ്ടായി. അതിൽ തന്നെ ട്രേഡ്സ്മാൻ ടേണിങ്ങും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റുമാണ്. ഈ 2 പോസ്റ്റിലേക്കും ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്ന് ധാരാളം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് ഏണസ്റ്റ് അക്കാഡമിക്ക് ഏറെ അഭിമാനകരമായ നേട്ടമാണ്. അതിൽ തന്നെ ട്രേഡ്സ്മാൻ ടേണിംഗ് എന്ന് പറയുന്നതിന് പ്രധാനമായിട്ടും 50 പേരടങ്ങുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ്, മെയിൻ ലിസ്റ്റാണ് വന്നത്. അതിൽ തന്നെ ഏതാണ്ട് 15-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനം നൽകുന്ന ഒരു നേട്ടമാണ്. അതിൽ 2ാം റാങ്ക്, 3ാം റാങ്ക്, 7ാം റാങ്ക്, 8ാം റാങ്ക് തുടങ്ങിയ ഉന്നത റാങ്കുകളും ഏണസ്റ്റ് അക്കാഡമിക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇവരുടെ സക്സസ് സ്റ്റോറി ഏണസ്റ്റ് അക്കാഡമി ചെയ്തിട്ടുണ്ട്. ഇത് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് കയറി കണ്ട് അവരുടെ പഠന മാതൃകകൾ പിന്തുടരാവുന്നതാണ്. ഇനി ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷനിലേക്ക് പോകുമ്പോൾ ഇതിനും PSC റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയായിരുന്നു. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ മെയിനായിട്ടും 20 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഈ 20 പേരിൽ ഏതാണ്ട് 8 പേരും ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്നുള്ളതാണ്. അതിൽ നിന്ന് 1ാം റാങ്ക്, 2ാം റാങ്ക്, 5ാം റാങ്ക് ഇത്രയും റാങ്കുകൾ ഉയർന്ന റാങ്കുകളാണ്. ഇതും ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു സക്സസ് തന്നെയാണ്. ഇവരുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ 2 റിസൾട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് പല ഉദ്യോഗാർത്ഥികളും, അതായത് ഇതിലെ 2ാം റാങ്ക് കിട്ടിയിരിക്കുന്ന മുഷാദിഖ് എന്ന് പറയുന്ന ഒരാളിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വിദേശത്താണ്, NRI ആയിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് എടുത്തതും പഠിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഒന്നാമതായിട്ട്, അതായത് ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കും ഇതിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും ആദ്യമായിട്ട് PSC എഴുതുന്നവർക്കും ഒക്കെ അനായാസേന ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അനായാസം ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ പഠിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റിസൾട്ട് അതിന്റെ പുറകെ നിങ്ങളെ തേടി എത്തും എന്നുള്ളത് ഇവരുടെ സക്സസ് സ്റ്റോറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കഴിഞ്ഞ 6 വർഷത്തിലുള്ള ഏണസ്റ്റ് അക്കാഡമിക്ക് വിവിധ എക്സാമുകളിലായിട്ട് ഏതാണ്ട് 600ഓളം ഉദ്യോഗാർത്ഥികളെ
സർക്കാർ സർവീസിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനം നൽകുന്ന കാര്യമാണ്. ഇനിയും ഈ വിജയം ഞങ്ങൾക്ക് തുടരാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ പ്രയത്നം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും ശക്തമായി പഠിക്കുന്നതിനുമായി താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.